അവർ ചിലപ്പോൾ മണിക്കൂറുകളോളം, ദിവസങ്ങളോളം, കൊല്ലങ്ങളോളം വീഡിയോ ചെയ്യാനുള്ള സബ്ജക്റ്റ് ഈ മസിലിനുണ്ട്. പക്ഷേ ഞാനൊരു പ്രൈമറി കാര്യം, ബേസിക്സ് കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം അത്രേ നമ്മൾക്ക് അറിയേണ്ട കാര്യമുള്ളൂ. കൂടുതൽ അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് നമുക്ക് കാര്യമില്ല. ഒരു ബേസിക് നമ്മൾ അറിഞ്ഞിരിക്കണം. അത്രയും അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ മസിലിനെ കുറിച്ച് വീഡിയോ ഇട്ടത്. അപ്പോൾ സ്കെൽറ്റൽ മസിലിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഷേപ്പ്, നമ്മുടെ ശരീരത്തിൻ്റെ പോസ്ചർ, നമ്മുടെ ലുക്ക്, അതാണല്ലോ ഈ സ്കെൽറ്റൽ മസിലിൻ്റെ മെയിൻ ഇത്. അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ സ്കെൽറ്റൽ മസിലിൻ്റെ മെയിൻ ഫങ്ഷൻ വേണമെങ്കിൽ പറയാം, നമ്മുടെ ചലനത്തെ സഹായിക്കുന്നു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ. സ്കെൽറ്റൽ മസിലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ചലനത്തെ, നമ്മുടെ പ്രവൃത്തികളെ സഹായിക്കുന്നു. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ മുഖത്തെ കുറച്ച് മാംസപേശികളെ ഉപയോഗിച്ചിട്ടാണ്. ഇനി ഞാൻ കൈ പൊക്കിയത് എൻ്റെ കൈയുടെ മാംസപേശികൾ ഉപയോഗിച്ചിട്ടാണ്. ഇനി ഞാൻ നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കുന്നത് തന്നെ കോർ മസിലിൻ്റെയും കാലിൻ്റെയും കുറേ മസിലുകൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഞാൻ പറഞ്ഞ 650 മസിലുകളുണ്ട്, സ്കെൽറ്റൽ മസിൽ. അതായത് കാൽപാദം മുതൽ ഉച്ചി വരെ. കണ്ണ് ചിമ്മണമെങ്കിൽ അവിടുത്തെ കുറച്ച് മസിൽസ് വർക്ക് ചെയ്യണം, ശ്വാസം വലിക്കണമെങ്കിൽ ഇവിടുത്തെ കുറച്ച് മസിൽസ് വർക്ക് ചെയ്യണം, സംസാരിക്കണമെങ്കിൽ, ഭക്ഷണം തൊണ്ടയിലോട്ട് ഇറക്കണമെങ്കിൽ, അങ്ങനെ നമ്മുടെ ദൈനംദിന ചലനമായ പ്രവർത്തനങ്ങൾക്ക്, എന്തിന് കിടന്നുറങ്ങണമെങ്കിൽ വരെ പ്രത്യേകം ആ ബോഡി പ്രത്യേക ചില സ്ഥലത്തെ മസിലുകൾ വർക്ക് ചെയ്യണം. എന്നാലേ നമുക്കിതെല്ലാം സാധിക്കും. മസിലിന് മാത്രമായിട്ട് നേരത്തെ ഹാർട്ട് മസിലിന് ഞാൻ പറഞ്ഞു, അത് അതിൻ്റെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യുന്നു. സ്മൂത്ത് മസിൽ അതിൻ്റെ കൺട്രോൾ വർക്ക് ചെയ്യുന്നു വേറെ ആൾ. പക്ഷേ സ്കെൽറ്റൽ മസിൽ പ്രത്യേകിച്ച് സ്കെൽറ്റൽ മസിൽ വർക്ക് ചെയ്യുന്നത് സ്വന്തമല്ല. ബ്രെയിൻ പറഞ്ഞാൽ മാത്രമേ സ്കെൽറ്റൽ മസിൽ വർക്ക് ചെയ്യൂ. ബ്രെയിനിന് മാംസപേശികളിലേക്കുള്ള ഒരു നെർവസ് സിസ്റ്റവും മസിലും, സ്കെൽറ്റൽ മസിലും, ഈ 3 ഇതുകളും കൂടിയ ഒരു ന്യൂറോ മസ്കുലർ സിസ്റ്റമാണ് നമ്മുടെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് സ്കെൽറ്റൽ മസിലിനെ ശാസ്ത്രം പറയുന്നത് വോളണ്ടറി മസിൽ എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ ബ്രെയിൻ